ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ലഭിച്ച സീസണായ 4ാം സീസണിലെ വൈറൽ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് നടിയും എഴുത്തുകാരിയും എല്ലാമായ ലക്ഷ്മിപ്രിയ. ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് വരെ എത്തിയ ആ ഒരു സീസണിലെ തന്നെ 3rd റണ്ണറപ്പ് ആയിരുന്നു. സീസൺ 4-ൽ മാറ്റുരച്ച മത്സരാർത്ഥികളിൽ ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാള്. തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒരു മടിയും കൂടാതെ പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും നടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ പങ്കുവച്ച ഏറ്റവും പുതിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. താനും ഭർത്താവ് ജയേഷും വേർപിരിയുന്നു എന്നറിയിച്ച് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തെറ്റുകളും കുറ്റങ്ങളും തന്റേതാണെന്നും അതുകൊണ്ട് തന്നെ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണ് എന്നറിയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കുറിപ്പ്. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 40കളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ്. കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല. ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എന്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടർന്ന് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ്. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്, എല്ലാം എന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം, അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈമായിരിക്കുന്നു. ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക. ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി, അത് മാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത, മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു. ഇതായിരുന്നു ലക്ഷ്മി കുറിപ്പിൽ പങ്കുവച്ചത്. നടി കുറിപ്പ് പങ്കിട്ട ഉടനെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തു. പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതേസമയം ബിഗ് ബോസ് ഷോ ഒരു മാൻഡ്രേക്ക് ആണോ എന്നുള്ള സംശയവും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് നടിയും അവതാരകയുമായ ആര്യയ്ക്കും തന്റെ പ്രണയം നഷ്ടമായത്. അതുപോലെ ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും ഭർത്താവും വേർപിരിഞ്ഞത്. സീസൺ 6-ൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൽബിയും അകന്നാണ് ഇപ്പോൾ കഴിയുന്നതെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. 2005-ലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് ഹിന്ദു മതം സ്വീകരിച്ചത്. സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ്.